ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നുമില്ലാത്തതുപോലെ ഇന്ന് ആദ്യമായിട്ട് വളരെ ഉച്ചത്തിൽ വളരെ ദേഷ്യത്തിൽ ഹരി അമ്മാവനോട് സംസാരിക്കുന്നുണ്ട്. ഇത് അമ്മാവൻ ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. ഹരിയും അത്രത്തോളം വിഷമം വന്നിട്ടാണ് അമ്മാവനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സങ്കടത്തോടെ അമ്മാവൻ അവിടെ നിന്ന് പോയപ്പോൾ ഹരി അമ്മാവനോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഓർത്ത് വളരെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. കണ്ണുനീര് തുടയ്ക്കുകയാണ് ഹരി. ശേഷം കാണിക്കുന്നത് സുജാത ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു. രാത്രിയാണ് സംഭവം. കരഞ്ഞുകൊണ്ട് ജ്യോതി സുജാതയെ വിളിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നത് കേട്ട് ടെൻഷനോടെ സുജാത ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? അതമ്മേ, ഏട്ടൻ. ഇത്രയും വീണ്ടും കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുമ്പോൾ സുജാത വീണ്ടും ടെൻഷനോട് ചോദിക്കുന്നു, എന്താ മോളെ, അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഏട്ടൻ എന്നോട് ആദിയുടെ അമ്മ ആരാണെന്ന് ചോദിച്ചു. ഏട്ടൻ എങ്ങനെയൊക്കെയോ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതെ, എന്റെ മോനല്ലേ എന്ന് ചോദിച്ച് ബഹളം വെച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറയിപ്പിച്ചു. സുജാത ചോദിക്കുന്നു, ആരാ മോളെ ഇത് പറഞ്ഞതെന്ന്. ജ്യോതി പറയുന്നു, എനിക്ക് അറിയില്ല അമ്മേ. ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു. ഒരു കൈ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. ഞങ്ങളെ കൊല്ലുമെന്ന് വരെ പറഞ്ഞു. ഞാനും ശരവണനും ആകെ പേടിച്ചു പോയി. അത് കഴിഞ്ഞപ്പോ ആ മുറിയിൽ കയറി വാതിലടച്ചതാ, ഇതുവരെ തുറന്നിട്ടില്ല. എനിക്ക് പേടിയാവുന്നമ്മേ, ഏട്ടൻ എന്നെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ജ്യോതി പറയുന്നു. മോള് പേടിക്കാതെ, മോള് വാതിലടച്ച് കുറ്റിയിട്ടോ. ഒരു കാരണവശാലും മോള് ഇന്ന് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ആദ്യം എവിടെയെന്ന് ചോദിക്കുന്നു. ആദ്യം മുറിയിലുണ്ടെന്ന് ജ്യോതി. അവൻ ചിലപ്പോൾ കരയും. പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സകല അടവും കാണിക്കും. ഇറങ്ങരുത്, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് ടെൻഷനോടെയാണ് സുജാത ഫോൺ വെച്ചത്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു. ശരവണൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശരവണന് ചായയുമായിട്ട് ജ്യോതി അവിടെ എത്തി. ഇന്നലെ രാത്രി ഏട്ടൻ പുറത്തിറങ്ങിയോ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ, ഇല്ലമ്മ, ഇതുവരെ വന്നില്ല എന്ന് ശരവണൻ പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, അമ്മ രാത്രി പിന്നെയും വിളിച്ചു. കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. വെളിയിൽ വരുന്നത് വരെ അവരുടെ നിലം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. മോൾ ഒരു കാര്യം ചെയ്യും, ഒരു വണ്ടി വിളിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോ. അവരെണീച്ച് വരുമ്പോൾ അമ്മാവെ കാണ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ശരവണൻ പറയുന്നുണ്ട്. അവിടേക്ക് അമ്മാവൻ വരുന്നു. സാരമില്ല ശരവണ, എത്രയെന്ന് പറഞ്ഞാ മുറിക്കകത്ത് പൂട്ടിയിരിക്കുന്നത്, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. സുജാത വിളിച്ചായിരുന്ന മോളെ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, നേരം വെളുത്തപ്പോൾ വിളിച്ചിട്ടില്ല. ഇന്ന് നിത്യയുടെ ഡിസ്ചാർജ് അല്ലേ? ഹരി നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു. ജീവൻ എവിടെ? അതിന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. ഏട്ടൻ എഴുന്നേറ്റില്ലെന്ന് പറയുമ്പോൾ ജീവൻ അവിടേക്ക് വരുന്നു. പെട്ടെന്ന് ജീവൻ അമ്മാവന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അമ്മാവനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം നോക്കിയപ്പോഴാ, ഇപ്പോൾ ഡിസ്ചാർജ് അല്ലേ? പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം. അമ്മാവ, ഹരി എവിടെയെന്ന് ചോദിക്കുന്നു. ഹരി ആശുപത്രിയിൽ പോയായിരുന്നു എന്ന് അമ്മാവൻ പറയുമ്പോൾ ജീവൻ പറയുന്നു, ഞാൻ ഹരിയോടൊപ്പം ഹോസ്പിറ്റലിൽ പോവാന്ന് വിചാരിച്ചതാ. ജ്യോതി ചായയില്ലേ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് ജ്യോതി. അത് ശരി, എന്നിട്ടാണോ? പോയി എടുത്തോണ്ട് വാ എന്ന് ജീവൻ. ജ്യോതി ജീവന് ചായ എടുക്കാൻ അകത്തേക്ക് പോകുന്നു. ശരവണനാണെങ്കിൽ ജീവനെ കണ്ടാകെ ടെൻഷനോടെ നിൽക്കുകയാണ്. എന്താ ശരവണൻ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് ജീവൻ ശരവണനോട് പറയുന്നുണ്ട്. ഈ സമയം അവിടേക്കൊരു പോലീസ് ജീപ്പ് വരുന്നു. കേട്ടോ അമ്മാവ, നമ്മുടെ വീട്ടിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അതിന്റെ അളവ് അറിയണമെങ്കിൽ ശരവണന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതിയെന്ന് ജീവൻ പറയുന്നു. ഈ സമയം ജ്യോതി ചായയുമായി ജീവന് കൊടുക്കുന്നുണ്ട്. മോനെ, ആശുപത്രിയിൽ എല്ലാവരും ഉണ്ടല്ലോ, അവനും ഉണ്ട്, ഹരിയും ഉണ്ടല്ലോ, അതുകൊണ്ട് മോൻ തിരക്ക് പിടിച്ചങ്ങോട്ട് പോകണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മാവൻ പറഞ്ഞു. അത് കുഴപ്പമുണ്ട്, നിത്യയുടെ കാര്യമല്ലേ എന്ന് ജീവൻ പറയുന്നു. ഈ സമയം ഗേറ്റ് തുറന്ന് പോലീസ് അകത്തേക്ക് വരുന്നു. എടി, അമ്മയോട് ചോദിച്ചിട്ട് നിത്യയ്ക്ക് കുടിക്കാൻ കഞ്ഞിയങ്ങാണം വേണമെങ്കിൽ ഒന്ന് റെഡിയാക്കി വെച്ചേക്കും. ശരവണ, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം എന്ന് ജീവനും പറയുന്നു. ആ പോലീസുകാർ നേരെ വരുന്നത് താഴേക്ക് ജീവന്റെ അടുത്തേക്ക്. പോലീസിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഇവിടെ ആരാ ജീവൻ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, ഞാനാണ് സാറേ. എന്താ സാർ? തന്നോടൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാൻ SI പറഞ്ഞിട്ടുണ്ട് എന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ജീവൻ പറയുന്നു, ഞാൻ വന്നോളാം, കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞിരിക്കുന്നത് എന്ന് കോൺസ്റ്റബിൾ. അല്ല സാർ, എന്നെ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജീവൻ പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നു, അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ SI സാറ് പറഞ്ഞോളും, ഇങ്ങോട്ട് വന്നേ. സാറേ, ഒരാളെ വിളിച്ചോണ്ട് പോകുമ്പോൾ അതിന്റെ കാരണം പറയണമെന്ന് നിയമം ഇല്ലേ എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാ എന്ന് കോൺസ്റ്റബിൾ. ഞാൻ വകയിലൊരു അമ്മാവനാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പറയണമെന്ന നിയമമുണ്ട്. പക്ഷേ ഇത് വളരെ മാന്യമായിട്ടല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അപ്പോ ഇങ്ങനെയൊരു ചോദ്യം വേണോ എന്ന് കോൺസ്റ്റബിൾ ചോദിച്ചു. ചിരിച്ചുകൊണ്ട് ജീവൻ ജ്യോതിയോട് പറയുന്നുണ്ട്, ജ്യോതി, മോള് പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും സംശയം ചോദിക്കാനോ വല്ലോ ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ജീവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ പോലീസ്. അല്ല, മാന്യമായിട്ടാ, പേടിക്കാനൊന്നുമില്ലെന്ന് അമ്മാവൻ ശരവണനോട് പറഞ്ഞു. എന്താ സാർ ഇത്? എന്തിനാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ശരവണൻ പറയുന്നു. ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് കയറ്റി ജീവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ജീവൻ പോകാൻ നേരം ആ വീട്ടിലേക്കൊന്ന് നോക്കുന്നുണ്ട്. അവരെന്തെങ്കിലും ചെയ്തോ എന്ന് ശരവണൻ. അറിയില്ലെന്ന് അമ്മാവനും. ഏട്ടന്റെ സ്വഭാവം എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അന്വേഷണത്തിന് പിന്നിൽ എന്തെങ്കിലും കാര്യം കാണുമെന്ന് ജ്യോതി. ഞാൻ എന്തായാലും ഹരിയെ ഒന്ന് വിളിക്കട്ടെ, മോള് സമാധാനമായിട്ടിരിക്കേ എന്ന് അമ്മാവൻ പറഞ്ഞിട്ട് ഹരിയെ വിളിക്കാനായി മുകളിലേക്ക് പോകുന്നു. ടെൻഷനോടെ ജ്യോതിയും ശരവണനും നിൽക്കുന്നുണ്ട്.
പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഡോക്ടർ നിത്യയെ പരിശോധിക്കുന്നുണ്ട്. നിത്യയുടെ അരികിൽ സുജാതയും ഹരിയും ഒക്കെ ഉണ്ട്. ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. റിപ്പോർട്ടെല്ലാം നോർമൽ ആയിട്ടുണ്ട്, ഞാൻ ഡിസ്ചാർജ് എഴുതാൻ പറയാമെന്ന് ഡോക്ടർ. ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ ഇവിടെ കിടക്കാൻ പറഞ്ഞത്. 2-3 ദിവസം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട. താൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയ കുട്ടിയല്ലേ, പ്രാക്ടിക്കലായി ചിന്തിക്കേ എന്നൊക്കെ ഡോക്ടർ പറയുന്നു. ഡിസ്ചാർജും എഴുതി. ബില്ലിങ്ങിനും മറ്റുമായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം. ഇത് കേട്ട് നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറാൻ കഴിയില്ലല്ലോ, ഏറ്റവും കൂടുതൽ ടെൻഷൻ അവിടെയല്ലേ എന്ന് സുജാത പറയുന്നു. ഈ സമയം ഹരിയുടെ ഫോണിലേക്ക് അമ്മാവന്റെ വിളി വരുന്നു. എടാ ഹരി, കുറെ നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കുകയാണ്, നിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചു മുന്നേ ഇവിടെ പോലീസുകാർ വന്നിരുന്നു. അവർ വന്നിട്ട് ജീവൻ ആരാണെന്ന് ചോദിച്ചു. എസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്ന് പറഞ്ഞ് വണ്ടി കയറ്റി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, അമ്മാവൻ അവരോട് ചോദിച്ചില്ലേ എന്ന്. ഞാൻ ചോദിച്ചു, പക്ഷേ പോലീസുകാരുടെ സ്വഭാവം നിനക്ക് അറിയാലോ, വിളിപ്പിച്ചതല്ലേ ഉള്ളൂ, അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നാണ് അവര് പറഞ്ഞത്. അല്ല, ഇതിപ്പോ ആ ജീവന്റെ സ്വഭാവം വെച്ച് അറസ്റ്റ് ആണോ അല്ലയോ എന്ന് ആർക്കറിയാം. എടാ ഹരി, ശരവണൻ ഇപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടു വരുന്നുണ്ട്. സുജാതയോടൊന്ന് ആലോചിച്ചിട്ട് അന്വേഷിക്കണോ വേണ്ടയോ എന്ന് നീ ഒന്ന് തീരുമാനിച്ച് നോക്ക് എന്നൊക്കെ അമ്മാവൻ പറയുകയും ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് സുജാത ചോദിക്കുന്നു. അമ്മയെ വീട്ടിൽ ജീവനെ അന്വേഷിച്ച് പോലീസുകാർ വന്നു എന്ന് ഹരി പറയുമ്പോൾ ഞെട്ടലോടെ നിത്യ ഇരിക്കുന്നുണ്ട്. ജീവനെ അവർ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തെങ്കിലും ചെയ്തു കാണും, അല്ലെങ്കിൽ പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ എന്ന് സുജാത പറയുമ്പോൾ നിത്യ ഹരിയോട് പറയുന്നു, ഹരി എന്താ കാര്യമെന്ന് ഒന്ന് പോയി അന്വേഷിക്കാമോ? ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചു പോവാതെ എങ്ങനെയാ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനാണ് പോലീസും കോടതിയും ഒക്കെ. തെറ്റ് ചെയ്തെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് സുജാത. തെറ്റ് ചെയ്തെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവൻ ഒരു തെറ്റും ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാ പോയി അന്വേഷിക്കാൻ പറയുന്നത്. ഹരിക്ക് പറ്റുമോ എന്ന് നിത്യ. അതോ ഈ അവസ്ഥയിൽ ഞാൻ തന്നെ പോണോ എന്ന് നിത്യ. വേണ്ട എന്ന് ഹരി. ഞാൻ പൊയ്ക്കോളാമെന്നും ഹരി പറയുന്നുണ്ട്. ശരവണൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, അയാളൊന്ന് വന്നോട്ടെ എന്ന് ഹരി പറഞ്ഞു. എന്നിട്ട് ഹരി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തെങ്കിലും കണ്ടാൽ നാട്ടുകാരെ കഥകൾ ഉണ്ടാക്കി പറയും, അതൊക്കെ സാധാരണ നടക്കാറുള്ളതാ. ഇതിപ്പോ വീട്ടുകാർ തന്നെ ഇങ്ങനെ നിത്യ പറയുന്നു. ഒന്നും പറയാതെ സുജാത പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ ജീവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അവിടെ ഒരാൾ എസ് ഐയോട് സംസാരിച്ചിരിക്കുന്നത് ജീവൻ ശ്രദ്ധിക്കുന്നു. സാർ ഇവിടെ എന്നെ ജീവൻ ചോദിക്കുന്നു. ഇവനാണ് ജീവൻ എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. തന്റെ തൊഴിൽ എന്താണെന്ന് എസ് ഐ ചോദിക്കുന്നു. ഞാൻ ഇവരുടെ കമ്പനിയിൽ സെയിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. 2 ദിവസം മുമ്പേ രാത്രി സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പിറകിൽ നിന്നെ കാണാറുണ്ടല്ലോ. എന്താ അവിടെ കാര്യം? ഞാനവിടെ പോയിട്ടില്ലെന്ന് ജീവൻ. എനിക്ക് ആ സ്ഥലം അറിയത്ത് പോലുമില്ലെന്ന് ജീവൻ. ഈ സിറ്റിയിൽ നീ എവിടേക്കോ സ്ഥിരമായി പാതിരാ സഞ്ചാരം നടത്തുന്നുണ്ട്, അത് സ്ഥിരമായി കാണുകയും ചെയ്യുന്നുണ്ട് ചിലർ. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് സാർ ജീവിക്കുന്നത്. സന്ധ്യയ്ക്ക് മുന്നേ ഞാൻ വീട്ടിലെത്താറുണ്ട്, ഞാൻ പുറത്തിറങ്ങാറില്ലെന്നൊക്കെ ജീവൻ പറഞ്ഞു. ഈ പെൺകുട്ടി അറിയാമോ എന്ന് ചോദിക്കുന്നു. ആ സിസ്റ്ററിനെ പറ്റിയാണ് ചോദ്യം. സാറേ, ഇത് അറിയാം സാർ, ഒരു നേഴ്സാണ്. ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നിട്ടുണ്ടെന്ന് ജീവൻ. ഈ ഡോക്ടറുടെ ഹോസ്പിറ്റൽ അല്ലേ എന്ന് എസ് ഐ. ഡോക്ടർ പൊയ്ക്കോളാൻ പറയുന്നുണ്ട്, ആവശ്യമുള്ളപ്പോൾ വിളിച്ചോളാമെന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഈ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് പോലീസ് ചോദിക്കുന്നു. ഞാൻ അവളുടെ പേര് ചോദിച്ചിട്ടില്ലെന്ന് ജീവൻ. നീന, അതാണ് അവളുടെ പേര് നീ മറന്നിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ പേര് മറക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് തോന്നിയല്ലേ? അല്ലേടാ എന്ന് ദേഷ്യത്തോടെ പോലീസ് പറയുമ്പോൾ, എന്താ സാറേ, എന്താണ് കാര്യമെന്ന് പറയാതെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ന് ജീവൻ. ഇവളും നീയും എന്താണ് ബന്ധമെന്ന് പോലീസ്. എന്ത് ബന്ധം? ഒന്നുമില്ല എന്ന് ജീവൻ പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് അടിക്കടി നീ താമസിക്കുന്ന സ്ഥലത്ത് അവള് വരുന്നത്? ഞാൻ താമസിക്കുന്ന സ്ഥലത്തോ സാറേ? അവിടെയൊന്നും അവൾ വരത്തില്ല സാറേ എന്ന് ജീവൻ. ഇവളിപ്പോൾ എവിടെയുണ്ടെന്ന് പോലീസ് ചോദിക്കുമ്പോൾ, സാറേ എനിക്ക് എങ്ങനെ അറിയാം സാറേ എന്ന് ജീവൻ. അറിയില്ലല്ലേ? അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകാർക്ക് അറിയില്ല, സുഹൃത്തുക്കൾക്കറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. അപ്പോൾ പിന്നെ അവൾ എവിടെ പോയി? ഒന്നുകിൽ അവളായിട്ട് നാട് വിടണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യണം. നീ അവളെ എന്ത് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പോലീസ്. കാണാതായ ദിവസം അവൾ ഇറങ്ങിയത് നിന്റെ വീട്ടിലേക്കാണ്, നിന്നെ കാണാൻ. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറയാൻ നോക്കണ്ട സാറേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഹോസ്പിറ്റലുകാരനോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. ഈ നേഴ്സും അങ്ങനെയായിരുന്നു. അല്ലാതെ ഞാൻ ഒരു തവണ പോലും അവരെ ഫോൺ പോലും ചെയ്തിട്ടില്ല സാർ. അവരുടെ നമ്പർ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് ജീവൻ. കാണാതായ പെൺകുട്ടി ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അവസാനമായി കണ്ട ആരെയാണോ അവർക്ക് നേരെയായിരിക്കും അന്വേഷണം. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിനക്ക് എന്തറിയാം? പറയടാ, നിനക്ക് എന്തറിയാം എന്നൊക്കെ ഇങ്ങനെ പോലീസ് ചോദിക്കുന്നുണ്ട്. ജീവൻ ഇങ്ങനെ പോലീസിന്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.